ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4 AM. അപ്പോൾ ഇന്നൊരു ലോങ് ട്രാവലാണ്. 1.5 മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഫാദർ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നൊരു ഡിസ്ചാർജായി വന്നു, വീട്ടിലെത്തി, സമാധാനമുണ്ട്, നല്ല ബെറ്ററായിട്ടുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന്, അച്ഛൻ്റെ വിൽ പവറും ദൈവാനുഗ്രഹവും. പിന്നെ ഒരു ലോങ് ജേർണി ചെയ്യാമെന്ന് വിചാരിച്ചു. ലോങ് ജേർണി പറഞ്ഞാൽ ടെമ്പിൾ യാത്രയാണ്. രാമേശ്വരം, മധുരൈ. കുറേ ദിവസമായി വിചാരിക്കണം ഇങ്ങനെ പോകണമെന്ന്, പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ കൂടെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഞാനും ശിവേട്ടനും കൂടിയാണ്. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒന്ന് രാമേശ്വര യാത്ര അല്ലേ. പറ്റാവുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. എത്ര കണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും രാമേശ്വരമൊക്കെ. എങ്കിലും ഞാൻ പോകുന്ന വഴികളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. ഇപ്പോൾ സമയം കണ്ടോ, എൻ്റെ വാച്ച് കാണുന്നില്ലല്ലോ, ഇതാ 4 o'clock ആണ്. 4 AM. സോ വി ആർ സ്റ്റാർട്ടിങ് അറ്റ് 4 o'clock. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ നമ്മുടെ ഇന്നോവ വണ്ടിയിലാണെന്ന് പോണത്. കുറച്ച് ലോങ് ജേർണി ആയതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഇന്നോവയിലാണ് പോണത്. ഇപ്പോൾ പുലർച്ചെ 4 മണി. ഞങ്ങൾ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയിലിപ്പം രാവിലെ ഏകദേശം 5:30 മണി. എത്ര സമയമാണ്? 5. അപ്പോൾ ഇവിടെ ഒരു ബേക്കറിയിൽ ഇന്ന് MDS ഒന്ന് ഇറങ്ങിച്ച് ചായ ഒന്ന് കുടിക്കാമെന്ന് വെച്ചു. ഇവിടെ പോകുന്ന വഴിക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റി, കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. എന്തായാലും നമ്മുടെ ഡ്രൈവർ അത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടുമൽപെട്ടെത്തി. ഉടുമൽപെട്ടിൽ ഡീസൽ അടിക്കാൻ 93 93 രൂപയോ? 82 അല്ല കേട്ടോ, 93 രൂപ 32 പൈസ. കേരളത്തെ വെച്ച് കുറവാകുന്നു അല്ലേ കമ്പാരിറ്റീവ്ലി? വേണ്ടോ? കാറിലിരുന്ന് എടുക്കണോണ്ട് ക്ലിയർ ആവുന്നില്ല. സ്പ്ലിറ്റ് റോഡ്, അടിപൊളി റോഡാണ് കേട്ടോ. തമിഴ്നാട്ടിൽ പോണ വഴി ഗംഭീര റോഡ്. തെങ്ങന്തോട്ടം. ഒരു മല കാണുന്നുണ്ടോ? വലിയ മല. ഫുൾ തെങ്ങും തോട്ടത്തിൻ്റെ മേളമാണ്. തമിഴ്നാട് മുഴുവനും കണ്ടോ, ഫുൾ തെങ്ങും തോട്ടം. 2 മലകൾ. കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇടവഴി കണ്ടൊരു ഗംഭീര പാറ. അങ്ങനെ ഞങ്ങൾ പാമ്പം പാലത്തേക്ക് എൻ്റർ ചെയ്യുന്നു. കടൽ കണ്ടോ, 2 സൈഡും കടൽ. ഇതാണ് കടൽ. ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ കാണിച്ചു തരാം. ഗ്ലാസ് തട്ടിയാലേ കുറച്ച് പ്രത്യേകം. കാറ്റ്, ഭയങ്കര കാറ്റാണ്. രാമേശ്വരം പാമ്പം പാലത്തിലേക്ക് പോവാണേ. ഇതിലൊന്നും കാണുന്നില്ല. ഇല്ല, നമ്മളെ കാണട്ടടാ. ഞാനും ശിവേട്ടനും കൂടെ. ഒരു മിനിറ്റ്. അപ്പം ഞങ്ങളിപ്പം നിൽക്കുന്നത് ഇത് കണ്ടോ, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കടൽ. രാമേശ്വരം കടലാണല്ലോ. രാമേശ്വരം എത്തി. വണ്ടികൾ ഇങ്ങനെ പോകുന്നതാണ് എല്ലാവരും. ഇത് പാമ്പം പാലം. നിറയെ വണ്ടികളുണ്ട് കേട്ടോ. അതാ സ്കൂൾ കുട്ടികളൊക്കെ കടൽ കാണാൻ വന്നിട്ട് പോവാണ് തോന്നുന്നുണ്ട്. ഹായ് 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 ഹായ്. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം.
ആ അപ്പം എല്ലാവരും രാമേശ്വരം കണ്ടിട്ട് അല്ലേ, കടൽ കണ്ടിട്ട് പോവാണ്. ഇതാണ് കടൽ. കണ്ടോ, ഇവിടെ കുറേ ബോട്ട്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പോർട്ടാണ് തോന്നുന്നുണ്ട്. ബോട്ട്സ് ഉണ്ട്. ഇപ്പുറത്ത് പുതിയ റെയിൽവേ ട്രാക്ക്, കടൽ കാണുന്നുണ്ടല്ലോ. വണ്ടികൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് കൂടെ നല്ല തിരക്കുണ്ട് തോന്നുന്നു. ഇതാണ് പാമ്പം പാലം എൻട്രൻസ്. നമുക്ക് കയറി ഇങ്ങനെ കാണാം. ഭയങ്കര കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്. കാറ്റും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാ, നടക്കുമ്പോൾ ഒരു സുഖം. വണ്ടിയൊക്കെ ഉണ്ട്. ഐസ്ക്രീം, അമൃതശ്രീ ഐസ്ക്രീം. തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കണം. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് രാമേശ്വരം. ഇതാണ് പാമ്പൻ പാലം. ഓ, നമ്മൾ അടിച്ചുകൊണ്ട് പോകുന്നു കാറ്റ്. ബ്യൂട്ടിഫുൾ വ്യൂ. ശിവേട്ടൻ നടക്കണം. അയ്യോ, എന്തൊരു ഭംഗിയാണ്. കയ്യിൽ നിന്ന് ഫോൺ വീഴുന്നു തോന്നുന്നുണ്ട്, അമ്മാതിരി കാറ്റ്. സൂപ്പറായിട്ട് കേട്ടോ. കടൽ, രാമേശ്വരം കടൽ. അപ്പുറത്തും പോയി നോക്കാം അല്ലേ. ബസ്സൊക്കെ വരുന്നുണ്ട്, വണ്ടികളുണ്ട്. ഞാൻ വിചാരിച്ചൊന്ന് തിരക്കുണ്ടാവില്ലെന്ന്, പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് എന്താ ഇത്, കടൽ കണ്ടോ? ഓ, ഗംഭീരമാണ് കടൽ. ഇത് കണ്ടോ, തിര വന്ന് അടിക്കണത്. വ്യൂ പാമ്പം പാലത്തിൻ്റെ. നോക്കിപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റി ചെയ്തിരിക്കുന്നുണ്ടോ. വൈദ്യുതിയൊക്കെ, ആ ഇലക്ട്രിക് ലൈൻ കണ്ടോ, ഇലക്ട്രിക് ലൈൻ ഗംഭീരമായി ചെയ്തു. പുതിയ ഇലക്ട്രിക് മറ്റേ റെയിൽവേ ലൈനാണ് അത്, ഇലക്ട്രിഫൈ ചെയ്തിട്ട് കണ്ടോ. ട്രെയിനിനെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് നമ്മളെ വീശി കടലിലേക്ക് ഇടുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഷൂട്ടിങ്. ഭയങ്കര കാറ്റാട്ടോ. ശബരിമല വണ്ടികളാണ് കൂടുതലും. ശബരിമല സീസണും കൂടെ ആയപ്പോൾ നിറയെ വണ്ടികളുണ്ട്. സോറി, ഇന്നോവയല്ല കേട്ടോ, ക്രീറ്റയാണ്. വണ്ടിയിൽ കയറിയപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പം നമ്മളുടെ വണ്ടി വരുന്നത് കണ്ടോ, സ്ലോ മോഷനിൽ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഗംഭീരമായിട്ട് വരികയാണ്. കണ്ടോ, നല്ല വ്യൂവിൽ കാറിങ്ങനെ വന്ന് നമ്മുടെ പാലത്തിൽ കൂടെ വന്ന് നിൽക്കുന്ന ആ ഒരു വ്യൂ ബ്യൂട്ടിഫുള്ളാണ്. എന്താണത്? ആ ആ ഓക്കെ ഓക്കെ. കപ്പൽ വരുമ്പോൾ ഓപ്പണായിട്ട് കപ്പലിന് പോകാനുള്ള സ്പേസ് കൊടുക്കുന്ന ഒരു ഉണ്ട്. റെയിൽവേ പാലം ആയിരുന്നു അല്ലേ. നല്ല സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അടിപൊളി. ഇത് കണ്ടോ, വണ്ടി വരുന്നതാണ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം ടെമ്പിൾ പ്രമിസസിലെത്തി. ദൂരെ കാണുന്ന അമ്പലം കാണാൻ ഇങ്ങനെ കാണിക്കാം, അമ്പലം. അപ്പം ഞങ്ങളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട്, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് കാറിലിരുന്ന് കാണുന്നില്ല, സൈഡിൽ കൂടെ കണ്ടു കേട്ടോ അമ്പലം. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് 3 o'clock നമുക്ക് പൂജ കാര്യങ്ങൾ. അപ്പോൾ അതും കൂടെ നോക്കാം. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല, അമ്പലം ആയതുകൊണ്ട്. നല്ല ശബരിമല തീർത്ഥാടകരുടെ ഗംഭീര തിരക്കുണ്ടെന്ന്. ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ നിറയുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. എന്തായാലും ടെമ്പിൾ ഇതാണ്, ടെമ്പിൾ കാണുന്നുണ്ടോ. ദിസ് ഇസ് രാമേശ്വരം ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. അകത്ത് കയറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഇതാണ് കണ്ടോ അമ്പലം, എത്ര അടുത്ത് കാണുന്നത്. സി, ഇതാണ് നമ്മുടെ രാമേശ്വരം.
രാമേശ്വര ക്ഷേത്രം കണ്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും 3 o'clock എല്ലാ കാര്യം ചെയ്യാൻ പറ്റുക. അപ്പം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതാണ് ക്ഷേത്ര കവാടം. ലെഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളിപ്പോൾ പോകണം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ അശ്വിക്. അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 1 kilometer ഉള്ളൂ കേട്ടോ. വളരെ അടുത്താണ്. ഇവിടെ നടക്കേണ്ട ദൂരമേ ഉള്ളൂ അമ്പലത്തേക്ക്. നമുക്ക് ഓട്ടോയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് വെരി 3-star ഹോട്ടലാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്ന് പറഞ്ഞ് മോളാണ് ബുക്ക് ചെയ്ത് തന്നത്. അപ്പം നോക്കട്ടെ കേട്ടോ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഹോട്ടലിൽ വന്നു. എന്താ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞത്? അശ്വിക് എന്നുള്ള ഒരു പുതിയ ഹോട്ടലാണ് പറഞ്ഞു. പുതിയ ഹോട്ടലാണ് അശ്വിക് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഹോട്ടലൊക്കെ. ഒരു റൂം സ്റ്റാൻഡേർഡ് റൂം പറഞ്ഞിട്ട് വേൽമുരുകൻ പറഞ്ഞ അദ്ദേഹമാണ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. സോ ദിസ് ഈസ് അവർ റൂം. ഞാനിപ്പോൾ തന്നെ കാണുന്നു കേട്ടോ രാമേശ്വരത്ത്. ഇത് പുതിയ ഹോട്ടലാണ് കേട്ടോ. കെട്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ. റീസെൻ്റ്ലി കൺസ്ട്രക്റ്റഡ് ആണ്. ലഗേജ് വരുന്നുണ്ടാവും. വെളിയിൽ വലിയ വ്യൂ ഒന്നുമില്ല. വലിയൊരു TV ഉണ്ട്. പിന്നെ മിറർ ഉണ്ട്. ഇങ്ങനൊരു മിറർ. ഓക്കെ, നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുവരുന്നു. പിന്നെ ഇതൊരു വാർഡ്രോബ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് ജസ്റ്റ് സ്പേസ്. ഇപ്പം അടുത്തത് ബാത്റൂം കുഴപ്പമില്ല. ചെറിയ ബാത്റൂമാണ്. ഇത് ഷവറിങ് വളരെ ചെറിയ ബാത്റൂമാണ്. അത്ര വലിയ ഫെസിലിറ്റി ഒന്നുമില്ല. കുഴപ്പമില്ല. നമ്മൾ 1 night സ്റ്റേ മാത്രമേ ഉള്ളൂ. ബാക്കി ചെറിയ ബാത്റൂമാണ്. ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് 4th floorലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റ്. ഇത് അമ്പലത്തിൻ്റെ വളരെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. പുതിയ ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണ് കേട്ടോ. ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കാണുന്നതല്ല അമ്പലം. ഞാൻ അമ്പലം കാണില്ല വിചാരിച്ചു. ബാക്ക് വശമാണല്ലേ. ഇതാ നമ്മുടെ രാമേശ്വരം ടെമ്പിൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. കണ്ടോ, ഇപ്പുറത്തെ സീ വ്യൂ ആണ് കണ്ടോ. നല്ല കടൽ കാണാം. ഓക്കെ, ഇതാണ്ടോ നല്ല കടൽ. കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കാണുന്നുണ്ടാവുന്ന ഇതാണ് കടൽ. അപ്പുറത്ത് നമ്മളെ ടെമ്പിൾ. അപ്പുറത്തെ സൈഡ് ഇവിടെ മുഴുവൻ ഇങ്ങനെയാണ് വ്യൂ ഒക്കെ. കടലിൻ്റെ ഓരത്തോട് ചേർന്നിട്ടുള്ളൊരു ഹോട്ടലാണിത്. അപ്പുറത്ത് നമുക്ക് ടെമ്പിൾ വ്യൂ. ഇത് റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ആശ്വിക് എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ആശ്വിക്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ വിളിച്ച് ചോദിച്ചാൽ മതി. ഗൂഗിളിലുണ്ട്, ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞങ്ങളെ മാത്രം ഉണ്ണാൻ വന്നിട്ടുള്ളൂ തോന്നുന്നു. ബാക്കിയാരും വന്നിട്ടില്ല. ഓക്കെ, ഇനി അമ്പലത്തിൽ ഉച്ചയ്ക്ക് ശേഷം അമ്പലത്തിൽ പോവാണ്. കുറേ പരിപാടികളുണ്ട്. രാമേശ്വരം വന്നാൽ അറിയാമല്ലോ, കുറേ പൂജയൊക്കെ ചെയ്യണം. പിന്നെ തീർത്ഥം അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നോക്കാം, മാക്സിമം എന്തൊക്കെ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കേട്ടോ. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാശിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.